അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മൾ മക്കളുമായിട്ടുള്ള ഇടപഴക്കത്തിൽ പലപ്പോഴും വാക്കുകൾ കൊണ്ട് അവരോടുള്ള പെരുമാറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്നേഹത്തോടു കൂടി അവരെ വിളിക്കുക എന്ന് പറയുന്നത്. മക്കളെ വിളിക്കുമ്പോൾ കാർക്കശ്യത്തോടു കൂടി വിളിക്കുന്നതിനപ്പുറത്തേക്ക് എന്തൊരു കാര്യമാണോ നമ്മൾ അവരിൽ നിന്ന് നേടാൻ ആഗ്രഹിക്കുന്നത് അതിന് മുമ്പായി കൊണ്ട്, അല്ലെങ്കിൽ അവരോട് നമ്മൾ കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മുമ്പായി അവരെ പേരോ അവരെ അഭിസംബോധന ചെയ്യുന്നതോ വളരെ സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയുമാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഏറ്റവും അത് കാരണമായി തീരും എന്നതാണ്. നമുക്ക് ഖുർആനിൽ തന്നെ അതിന് ധാരാളം തെളിവുകൾ കാണാൻ പറ്റും. ലുഖ്മാൻ അലി ഇസ്ലാം തൻ്റെ മകനോട് കൽപ്പിച്ച ആ, ദീനിയായിട്ടുള്ള കൽപ്പനകൾക്ക് മുമ്പായി കൊണ്ട് മകനെ വിളിക്കുന്ന രീതി നമ്മൾ കേട്ടിട്ടുണ്ട്. യാ ബുനയ്യ, യാ ബുനയ്യ അഖ്മിസ് സ്വലാത്ത, യാ ബുനയ്യ വഅ്മുറു ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ. ഇങ്ങനെയുള്ള ഒരുപാട് ആ ബുനയ്യ എന്നുള്ള വിളിയിൽ തന്നെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വിളിക്കൽ അതിലുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറയുന്ന സംഭവം നമുക്ക് കാണാൻ പറ്റും. മുആദ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, റസൂൽ എൻ്റെ കൈ പിടിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ മുആദ് ഇന്നി ല ഉഹിബ്ബുക യാ മുആദ്, മുആദെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പം മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു റസൂലിനോട് പറയുന്നുണ്ട്, അന ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, ഞാൻ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു റസൂലെ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറയാണ്, മുആദ് ഫലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നമസ്കാരത്തിൻ്റെ അവസാനത്തിലും ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ആ പ്രാർത്ഥന നീ പറയാതിരിക്കരുത്, മറന്നു പോകരുത്. എന്താണത്? റബ്ബി അഅന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദത്തിക. ഈ പ്രാർത്ഥന ഒരു നമസ്കാരത്തിൻ്റെ ശേഷവും നീ പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത് എന്ന് സ്നേഹത്തോടു കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറയുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന്, ഇതുപോലെ ധാരാളം സംഭവങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു പാരൻറ്റിങ് പാഠമാണ്. നമുക്ക് മക്കളെ എന്തൊരു കാര്യം പഠിപ്പിക്കാനുണ്ടെങ്കിലും അവരെ സ്നേഹത്തോടു കൂടി വിളിച്ചുകൊണ്ട് പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ വിളിയിൽ നിന്ന് തന്നെ അവരുടെ ഹൃദയത്തെ കവർന്നെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.